റൂമൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു. ഉംലൂജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പുനർനിർമ്മിക്കുന്നത്. എത്ര നോക്കിക്ക് ഇപ്പോഴാണ് നമുക്കൊരു പാർക്കൊക്കെ കാണാൻ സാധിച്ചത്. ചെമ്മരിയാട് വെറുതെ നമ്മുടെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ ഉംലൂജിലോട്ടുള്ള ബോർഡ് കണ്ടതാ. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അല്ലുലയിൽ നിന്ന് അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഉംലൂജിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ലൊക്കേഷനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ യാത്ര അൽഖർജിയിൽ നിന്ന് തുടങ്ങിയതാണ്. അൽഖർജിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1420 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് അല്ലുല എന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മളുടെ പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനി നമ്മളുടെ അടുത്ത സ്ഥലമായിട്ടുള്ള ഏതാണ്? ഉംലൂജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ സമയം 10:37. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഉംലൂജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ. ആദ്യം ഉംലൂജ് കണ്ടിട്ട് പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന യാംബു അല്ലേ. അപ്പൊ ഈ ഉംലൂജ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് അറിയാലോ, അവിടെ ഫുള്ള് ബീച്ചുകളിലൊക്കെ ഉള്ള സ്ഥലമാണ് ഉംലൂജ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് അല്ലുലയുടെ ഓൾഡ് ടൗൺ ആണ്. നമ്മൾ ഇതിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പകലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പറ്റുന്നത്. അതേപോലെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇവിടെ അവർ റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പഴയ കാലത്തെ ബിൽഡിംഗ് ഒക്കെ അതിന്റെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പുനർനിർമ്മിക്കുന്നത്. ധാരാളം ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് 900 പരം വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് മൊത്തം മണ്ണും അതേപോലെ തന്നെ തടിയും പനയോലയും കൊണ്ടൊക്കെ നിർമ്മിച്ചിരുന്നത്. ഇവിടെ നമുക്ക് മതിലുകളൊക്കെ കാണാം. പണ്ട് കാലത്ത് ആ ഒരു കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച മതിലുകളാണെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന വീടുകളുടെ മതിലുകൾ പരസ്പരം ജോയിൻ ചെയ്തുള്ള രീതിയിലായിരുന്നു അന്ന് നിർമ്മിച്ചിരുന്നത്. അതൊരു കോട്ടയുടെ സംരക്ഷണം കൊടുത്തിരുന്നു. ആ കോട്ടയ്ക്കുള്ളിൽ കയറുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആവും. അതേപോലത്തെ ഒരു നിർമ്മാണ രീതിയാണ് അതിൻ്റെത്. നമ്മൾ ആ ഒരു കോട്ടയുടെയും അതേപോലെ തന്നെ ആ വാച്ച് ടവറിന്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലുല ഓൾഡ് ടൗണിൽ തന്നെയാണ് ആ ഒരു വീഡിയോ ഒക്കെ വരുന്നത്. മറ്റൊരു ഭംഗി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിന്റെ ബാക്കിൽ കാണുന്ന ആ ഒരു പാറ തന്നെയാണ് അതിന്റെ മറ്റൊരു ഭംഗി കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഉംലൂജിലോട്ടാണ് പോകുന്നത്. അല്ലുലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റും പാറകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് അല്ലുല. അല്ലുലയുടെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അല്ലുലയിലെ വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിന്റിൽ പോയി നിന്ന് അല്ലുലയുടെ മൊത്തം കാഴ്ചകൾ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹരാത്ത് വ്യൂ പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലുലയിലെ ഓൾഡ് ടൗൺ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ഇന്നലെ ബസ്സിനകത്ത് കണ്ടായിരുന്നു അമേരിക്കക്കാരെയൊക്കെ അല്ലേ. അവർ നല്ല എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അവർ ഡിസ്കസ് ചെയ്ത്. അതിനകത്ത് ഒരു പെങ്കുച്ചാണ് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലെയാണ് ചോദ്യങ്ങൾ. അവളൊരു റൈറ്ററാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് അവള് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ചോദ്യങ്ങളൊക്കെ അവള് ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവളുടെ ചോദ്യങ്ങളൊക്കെ ആയിട്ട്. ഞാനും ഭയങ്കര ഇൻട്രസ്റ്റോട് അതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ചേട്ടൻ എങ്ങനെയാണ്? എനിക്ക് ഇങ്ങനത്തെ ഈ അതായത് പഴയ കാലഘട്ടത്തിന്റെ ആൾക്കാരെ എങ്ങനെ ജീവിച്ചിരുന്നത്, അവള് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് ആ ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയ ചോദ്യങ്ങളായിരുന്നു. അതായത് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് പഠിച്ചിരുന്നത്, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ വസ്ത്രധാരണം അല്ലേ, ആ ഒരു പഴയ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഹെഗ്ഗയുടെ സ്റ്റോറികളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനകത്താണെങ്കിൽ ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു സൺ ഓഫ് കുസ, അതിൻ്റെ ഭയങ്കര സംഭവം എന്ന് തോന്നിയ
സെറ്റപ്പായിട്ടുള്ള ടോംബാക്കി ഏറ്റവും കൂടുതൽ കാണിച്ചേക്കുന്നതും ആ ഒരു ടോംബാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ അത് എന്തോരം പ്രാധാന്യമുള്ളായിരുന്നു. അപ്പം അയാൾ എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ, അപ്പം നല്ല കാശുകാരനാവാം, അല്ലെങ്കിൽ നല്ല പൊസിഷനിൽ ഇരുന്ന വ്യക്തിയാവാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഭയങ്കര ഇതായിപ്പോയി. അത് ഭയങ്കര കഥകളാണ് പറയുന്നത്. അയാൾ വേറെ ഏതോ സ്ഥലത്ത് പോയി മരണപ്പെട്ടു പോയതാവാം. രണ്ടാമത് അയാളൊരു പൈസ ഇല്ലാതെ വന്നു, ഫിനാൻഷ്യൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് അയാൾക്ക് അത് പൈസ കൊടുക്കാൻ പറ്റാതുകൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതും പറയുന്നുണ്ട്. ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ബോഡിയായിട്ട് കിട്ടിയത് ഫുള്ളായിട്ട് കിട്ടിയെന്ന് ഹീന എന്ന് പറഞ്ഞാൽ 2200 വർഷങ്ങളായിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് അവർ മരിച്ച സമയമെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര്, കാര്യങ്ങളെല്ലാം, അവര് മരിച്ച വർഷങ്ങളെല്ലാം. പക്ഷെ അത് മാത്രം ഓപ്പൺ ചെയ്തിട്ടില്ല, നാട്ടുപാമ്പ് മാത്രം. പക്ഷെ ഈ ഒരു ഹിന എന്നൊരു സ്ത്രീയുടെ അത് തുറന്നിട്ടില്ലായിരുന്നു. ഇവരാണ് വന്ന് തുറന്നത്. ഇവര് തുറന്നപ്പോ ശരിക്കും സ്കള്ളും അവരുടെ ബോഡി പാർട്സും ഒക്കെ സ്കെലിറ്റൺ ഒക്കെ അവർക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇവര് എന്ത് ചെയ്തു, ഇവര് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ സ്കൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഒരു ഫേസ് തന്നെ ഉണ്ടാക്കി, അവിടെ ഒരു മ്യൂസിയം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അവരെങ്ങനെയാണ് അവരുടെ ഫേസ് ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെ അവർ ആ ഒരു മ്യൂസിയത്തിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അവരവിടെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു, കണ്ണൊക്കെ ഇങ്ങനെ അനക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. അവർ പിന്നെ ആണെങ്കിൽ ഹെഗ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. അവരുടേതായ ബസ്, 2 ബസ്സുകൾ അല്ലെ, ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ട് ബസ് ഇറക്കും, അത് കഴിഞ്ഞ് അവിടെ വെച്ചാല് ഇത് യുനെസ്കോയുടെ ഇതില് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതായത് ഇത് ചരിത്രമല്ലേ, ഇനി വരും തലമുറകൾക്ക് ഇത് അറിയണം. അപ്പൊ നമ്മളൊക്കെ പോയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് പോകും. അതുകൊണ്ട് അവര് അങ്ങോട്ട് എൻട്രി ഇല്ല, അതിന് വേറെ വണ്ടികളാണ്. ഇവിടെ ചെന്നിട്ട് ആ ഒരു ഭാഗം പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പൊ അവരുടെ വണ്ടി കൊണ്ട് നമ്മളെ കാണിച്ച് അവർ തിരിച്ചു വിടും. അതാണ് ചെയ്യുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ വീണ്ടും നമ്മളെ ഈ ഒരു റെസ്റ്റോറന്റിൽ വന്നേക്കാണ്. അല്ലുലയിൽ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിച്ചിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അതേപോലെ ഒരു കേരള റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. ഈ 2 റെസ്റ്റോറൻറ്റിലും പോയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് അൽഫാമും കപ്സ, റൊട്ടി, സബ്ജിയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉംലൂജ് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് പോവാണ്. നമുക്ക് മൊത്തം 307 കിലോമീറ്ററും 3 മണിക്കൂറും 47 മിനിറ്റും ഉണ്ട് ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്തണമെങ്കിൽ. നേരെ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. നമ്മൾ അധികം വെളിയിൽ നിന്ന് വേറെ സ്ഥലത്തൊന്നും ഫുഡ് കഴിച്ചില്ല. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു. വയറിനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കപ്സയും അതേപോലെ തന്നെ ഷവായി ചിക്കനും റൊട്ടി, അതായത് തന്തൂരി റൊട്ടിയും സബ്ജിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു. അല്ലുലയിൽ നിന്ന് ഉംലൂജിലേക്ക് 300 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. വഴിയിൽ ഇനി റെസ്റ്റോറൻറ്റോ അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റേഷനോ ഒന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പോവാണ്. ഇവിടെ നമുക്ക് തബൂക്കിൻ്റെ റൂട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ തബൂക്കിൻ്റെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. സൗദിയുടെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇങ്ങനൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാദ്, കാസിം, ഹെയിൽ, തൈമ, തബൂക്ക് ഇതാണ് റൂട്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ അല്ലുലയിലെത്താം. എന്നിട്ട് അല്ലുലയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഉംലൂജിലേക്ക് യാത്ര തുടങ്ങാം. ബൈ ബൈ അല്ലുല. അങ്ങനെ നമ്മൾ അല്ലുല കഴിഞ്ഞിരിക്കുകയാണ്. കാണാൻ പറ്റും എന്ത് അടിപൊളി ഒരു വിഷ്വൽ അല്ലേ. ഇത് അടിപൊളി, ചിലവർക്കൊന്നും ചിലപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. നമ്മൾ ഇതൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ്. ദൂരെ ഇനി മലകൾ, നമ്മളെ പാറകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന പാറക്കൂട്ടങ്ങൾ നമ്മൾ അതെ അല്ലുലയെ കണ്ട പാറകളെ അല്ല ഇനിയും. ഇവിടുത്തെ പാറകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അല്ലുലയിലെ പാറകൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, എല്ലാ സ്ഥലങ്ങളിലേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലുല. അവിടുത്തെ പാറകൾക്ക് നമ്മൾ ഭയങ്കര ഹോളുകളൊക്കെ കണ്ടാണ്. ഇതൊക്കെ നോക്കി, ഇത് നമ്മൾ ബഹേലിൽ കണ്ട സെയിം പോലത്തെ പാറകളാണ് ഇവിടുത്തെ നമ്മൾ കാണുന്നത്. എന്തായാലും ഭയങ്കര ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലുല.
എന്തായാലും നമുക്ക് ഇവിടെ ഒരു മരുഭൂമിയിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. ബാക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മലനിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്ലൂല എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒത്തിരി ബുക്കുകളൊക്കെ കിട്ടി നമുക്ക്, ദ ജിയോളജി ഓഫ് അല്ലൂല. എന്തായാലും നമ്മൾ പിന്നീടൊക്കെ ഇത് കുത്തിയിരുന്ന് വായിച്ചു നോക്കുന്നത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെ, നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ലൈബ്രറി ഉണ്ട്. അവർക്കൊക്കെ അതത് അവരുടെ പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് അവർക്കൊരു സംഭവം ഇല്ലായിരുന്നു. അപ്പൊ അവരത് മനസ്സിലാക്കിയത് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അവര് കണ്ടെത്തിയ ഒരു സംഭവമാണ് പാറയില്, നടുക്കത്തെ ഒരു പാറയില് അവരവരുടെ രേഖകളും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുവായിരുന്നു കല്ല് വെച്ച്. പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ഞങ്ങൾ രണ്ടിനെയും പേര് ഞങ്ങള് ആ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കൊത്തി പറ്റി. എന്നിട്ട് നമ്മൾ ആ ഉളി പോലത്തെ സംഭവം ചുറ്റിക്കൊക്കെ വെച്ച് അടിച്ച് ആ പേര് അങ്ങനെയാണ്. പേനയും ഇതൊന്നും ഇല്ലല്ലോ പണ്ടത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അവര് ആ ഉളിയും ചുറ്റിക്കൊക്കെ വെച്ചിട്ട് അടിച്ചടിച്ചടിച്ചാണ് ആ സംഭവങ്ങൾ കല്ല് കൊത്തി വെക്കുകയാണ്. നമുക്ക് അതുപോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടി. പാറക്കൂട്ടങ്ങളുടെ അകത്തേക്ക് കയറുകയാണ്. ഈ യാമ്പു ഉംലൂജൊക്കെ ശരിക്കും പറഞ്ഞാൽ ബീച്ച് ഏരിയയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനി ബീച്ച് ഒരു ഏരിയ ആയിരിക്കും അല്ലേ? യാമ്പു ഉംലൂജൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലം ജിദ്ദയാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ കരിഞ്ഞു പോകും വെളിയിൽ പോയി, അമ്മാതിരി ചൂടാണ്. അപ്പം പിന്നെ ഞങ്ങൾ സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മളൊരു പരുവാവും. ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടിയേക്കാണ് ഇവിടെ ഇപ്പം. സിംഗിൾ ലൈനാണ്. ഇതുണ്ട് ഈന്തപ്പനകളുടെ ഒരു തോട്ടമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഈന്തപ്പന കൃഷിയായിരിക്കും ഇല്ലത്, ഡേറ്റ്സിന്റെ ഒരു ഫാമാണ്. ഭയങ്കര നീളോട്ട് തന്നെ. നമ്മുടെ നാട്ടിൽ തെങ്ങ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാ ഇവിടെ ഈന്തപ്പനകൾ നിൽക്കുന്നത്. ഒന്നും കാണാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാത്രം റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അയ്യോ, ഞങ്ങളെ അല്ലൂല എത്താൻ തൊട്ട് മുമ്പ് നമ്മളൊരു സ്ഥലത്തൂടെ പോയില്ലേ, അവിടെ ഒരു മനുഷ്യന്മാരില്ല. ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു, ഇത് എന്താണ് ഒരു മനുഷ്യനില്ലാതെ, ഇതൊന്നും മനുഷ്യന്മാര് താമസിക്കുന്ന ഏരിയ അല്ലേ? ഞങ്ങള് അവിടെ ഹോട്ടൽ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെയാണ് അതിന്റെ പിന്നിലെ കഥകൾ നമ്മൾ അറിഞ്ഞത്, ഹെഗ്ര എന്ന സ്ഥലത്തെ കുറിച്ച്. സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സൗദി ട്രാവൽ സീരീസ് ആരും ചെയ്തതായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂട്ടുകളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അവസാനം നമ്മൾ തന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എങ്ങനെ പോകണം, ഏത് റൂട്ടിൽ കൂടെ പോകണം, ഏതൊക്കെ സ്ഥലം കാണണം, എവിടെ സ്റ്റേ ചെയ്യണം, പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലൂലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി. പിന്നീട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിച്ചു. ഞങ്ങളെപ്പോലെ സൗദി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ഈ സൗദി ട്രാവൽ സീരീസ് ഒരു ഹെൽപ്പ് ആവുമെന്ന് കരുതുന്നു. സൗദി മൊത്തം കാണാൻ ആഗ്രഹിക്കുന്ന, സൗദിയുടെ ഹിസ്റ്ററി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു കമൻറ്റ് കാണാനിടയായി. അതിനകത്ത് എഴുതിയിരുന്നത് നമ്മുടെ വീഡിയോ ട്രാവൽ വ്ളോഗ് അല്ല, അതൊരു ഡോക്യുമെൻ്ററി ആണെന്നാണ് ആ കമൻറ്റിൽ എഴുതിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളും ആ സ്ഥലത്തിൻ്റെ ചരിത്രം, അതേപോലെ തന്നെ ആ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ വീഡിയോയിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രമൊക്കെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒരു ഡോക്യുമെന്ററി ആയിട്ടൊക്കെ തോന്നിയെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കൂടാതെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സൗദിയിലെ ഒത്തിരി ട്രാവൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്ത ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹിസ്റ്ററിയും അതുപോലെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ നേരെ ഉംലൂജിലേക്ക് പോവുകയാണ്. സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു നഗരമാണ് ഉംലൂജ്. പ്രകൃതി ഭംഗി കൊണ്ട് സൗദി അറേബ്യയിലെ മാൽദീവ്സ് എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഗ്രീക്ക് സഞ്ചാരിയായ ടോളമിയുടെ രേഖകളിൽ ഈ നഗരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ചെങ്കടൽ വഴിയുള്ള വ്യാപാര പാതയിലെ ഒരു പ്രധാന തുറമുഖമായിരുന്നു ഉംലൂജ്. സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അൽ ഹൗറ. ഇസ്ലാമിക ചരിത്രത്തിൽ ഹജ്ജ്
തീർത്ഥാടകരുടെ ഒരു പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു ഉംലൂജ്. ഈജിപ്റ്റ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും പോയിരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. മീൻപിടുത്തമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇന്ന് സൗദി അറേബ്യയുടെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി ഉംലൂജ് മാറിയിരിക്കുന്നു. സൗദി വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കുന്ന റെഡ് സീ പ്രോജക്റ്റിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഉംലൂജ്. അങ്ങനെ നമ്മുടെ ഉംലൂജിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമുക്ക് കാണാൻ പറ്റും കണ്ടോ, ഇവിടുത്തെ പാറയുടെ ഒക്കെ കളർ കണ്ടോ, ഒരു കറുപ്പ് നിറമാണ്. എന്നാൽ നമ്മൾ അല്ലുലെ കണ്ടപ്പോൾ മൊത്തം ചുവന്ന കളറിലെ പാറകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയൊക്കെ താമസിക്കുന്നവരെ ഒന്ന് ആലോചിക്കില്ലേ, നോക്കി അവിടെയൊക്കെ ആൾ താമസമൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ എങ്ങനെ താമസിക്കുന്നില്ലേ? ഓ, അവരെയൊക്കെ സമ്മതിക്കണം. ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് കണ്ടോ, ഇവരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ, പക്ഷെ ആരും കാണുന്നില്ലേ. ശരിക്കും ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വരുമ്പോഴാണ് ശരിക്കും ആൾക്കാരുടെ ഓരോ ജീവിതങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയ വീടൊക്കെ നോക്കി 39 കിലോമീറ്റർ ഉണ്ട്, 3 മണിക്കൂറും 11 മിനിറ്റും. അതുപോലെ തന്നെ ഈ ഒരു റോഡെന്ന് മിക്കവാറും 90 കിലോമീറ്ററോളം ഇങ്ങനത്തെ റോഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ റൈറ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ ജനവാസമുള്ള ഒരു സ്ഥലത്തെത്തി. ഈ ട്രക്കുകളൊക്കെ നിർത്തിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ താമസിക്കുന്നതായിരിക്കും കേട്ടോ, ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്ന ഏരിയയൊക്കെ തന്നെയാണ്. ഇതുള്ള ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഒരു വീട് വെച്ചേക്കുന്നത്. വീടാണോ അത്? ഒന്നും അറിയത്തില്ല എന്താണെന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, കാണാൻ പറ്റും. ഇതൊന്നും മരത്തിന്റെ ചോട്ടി കിടക്കുന്ന സ്ഥലമാണ്. അയ്യോ, നോക്കി എത്ര എണ്ണ നോക്കിക്ക്, ഒരു ഫാമിലിയാന്ന് തോന്നുന്നു കേട്ടോ, ആ ഒരു മരത്തിൻ്റെ അടിയിൽ. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഒട്ടകങ്ങളെ കാണാൻ പറ്റിയത്. ഒട്ടകത്തിനെ കണ്ടില്ല എന്ന് ഓർത്തിരിക്കുന്നത് ഇരിക്കുന്നുണ്ട്. ഒത്തിരി ഒട്ടകങ്ങളെ കിട്ടി, അതെല്ലാം മരത്തിൻ്റെ ചോട്ടിരിക്കുക. വിജനമായ ഒരു സ്ഥലത്തൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്മാരും ഇല്ല, വണ്ടിയും വളരെ കുറവാണ്. 1-2 വണ്ടികളൊക്കെ മുന്നിൽ ഇപ്പം പോകുന്നുണ്ട്. ഒട്ടകങ്ങളും ഇവിടെ ഈ ഒട്ടകത്തെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാവും അല്ലേ? ഹൈവേ അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ വണ്ടി വിളിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുണ്ട്, ഈ മരുഭൂമിക്ക് അകത്ത് ഒറ്റയ്ക്കൊരു വീട് ഇരിക്കുന്നുണ്ടോ, കണ്ടിരിക്കുന്നത്. എനിക്കൊന്നത് ഒട്ടകത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് യാമ്പുവിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. നമ്മുടെ ഇത്ര നേരത്തെ യാത്രയിൽ നമുക്ക് ഇപ്പോഴാണ് ഒരു പെട്രോൾ പമ്പും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ കാണാൻ സാധിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ആ വഴികളിലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വരണമായിരിക്കും, അത്രയും ദൂരം വരണമായിരിക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു വിജനമായ ഒരു സ്ഥലമാണ്, നമുക്ക് കാണാൻ പറ്റും കണ്ടോ. വീടുകളൊക്കെ ഇങ്ങനെ കുറേ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. കുറേ വീടുകൾ ഇങ്ങനെ ഒറ്റപ്പെട്ടും ഒക്കെ ഇരിപ്പുണ്ട്. എന്താണെന്നും മനസ്സിലായില്ല. മനുഷ്യന്മാരും ഇല്ല, എല്ലാം ഒരുമാതിരി പൊട്ടിപ്പൊളിഞ്ഞ ഒരു വല്ലാത്തൊരു ഒരവസ്ഥ. വീടുകളൊക്കെ കാണാൻ പറ്റി, പക്ഷെ എല്ലാം ഒരുമാതിരി കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയൊക്കെ കൊടുത്ത് ശരിക്കും ഒരു റൂറൽ ഏരിയ തോന്നുന്നില്ല ഇത്. നമുക്ക്
മണിക്കൂർ യാത്രയുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഉംലൂജ് എന്ന സ്ഥലത്ത് നേരെ പോകുന്നത് മദീനയ്ക്കുള്ള റോഡാണ്. നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുക്കുകയാണ്. ഇത്ര നേരത്തെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോഴാണ് നമുക്കൊരു പാർക്കൊക്കെ കാണാൻ സാധിച്ചത്. നമ്മൾ വന്ന വഴികളൊക്കെ കണ്ടു, ഒരുമാതിരി വല്ലാത്ത ഒരു വഴികളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വീടുകളും വണ്ടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ ആളുകളെ ഒന്നും അധികം നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇവിടെ നമുക്കൊരു ഡാം കാണാൻ സാധിച്ചു. നമ്മൾ സൗദി വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഡാം കാണുന്നത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് അൽ നൈസ് എന്നാണ്. നമ്മൾ അവിടെ ഒരു ഡാം ഒക്കെ കണ്ടു. അങ്ങനെ നേരെ നമ്മൾ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. ഉംലൂജ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കണ്ടോ 95 കിലോമീറ്റർ എന്ന് ബോർഡ് കണ്ടിട്ടുണ്ട്. ഇനി 95 കിലോമീറ്റർ കൂടെ ഉണ്ട് ഉംലൂജിലോട്ട് നമുക്ക് എത്താനായിട്ട്. 1 മണിക്കൂറും 11 മിനിറ്റും ഉണ്ട് ഇനി സമയം. 1 മണിക്കൂറിനുള്ളിൽ 1.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും ഉംലൂജിൽ. നല്ല റോഡിൽ കൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ കുറച്ച് മോശം റോഡായിരുന്നു. ഇവിടെ ധാരാളം ചെറിയ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 മലയുടെ ഇടയിലാണ് ആ വീടുകളൊക്കെ ഉള്ളത്. ആടുകളാണോ ഇത്? ആടല്ലേ? ചെമ്മരിയാട് വെറുതെ നമ്മുടെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഒരാൾ വന്നിട്ട് അതിനെ അങ്ങോട്ട് ഓക്കെ. ഈ സ്ഥലത്ത് നമ്മള് 19 കിലോമീറ്റർ ഒരു വീട് പോലും കണ്ടിട്ടില്ല. ഈ മനുഷ്യനാണ് ഇത്രയും ആടുകൾ അത്രയും നോക്കുന്ന ആ ഒരു മനുഷ്യനാണ്. കൂടെ എൻ്റെ ഒരു വണ്ടിക്കാരനും പോകുന്നുണ്ട്. ഈ ഒരു വണ്ടിക്കാരനും ആ ഒരു മനുഷ്യനും ഇത്ര ആടുകളാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇത്ര നേരമായിട്ട് കണ്ടത്. അപ്പോഴത്തേ നോക്കിക്കാൻ നമുക്കൊരു കിടിലം പാർക്ക് കണ്ടു. ഭയങ്കര വെയിൽ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വെയിലാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പൊള്ളി പോവും, അതുപോലത്തെ വെയിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. എന്നാലും കൊള്ളാം. ഇത്രയും നേരം നമ്മൾ കണ്ട ആ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒരു പാർക്ക് ഇപ്പം നമ്മൾ കാണുന്നത്. ഇത്രയും നേരം നമ്മൾ കരിപുരണ്ട സ്ഥലത്തൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഉംലൂജിലോട്ടുള്ള ബോർഡ് കണ്ടതാ 60 കിലോമീറ്റർ. എന്നാൽ അതിന് മുമ്പ് എനിക്കത് ഉംലൂജിലോട്ടുള്ള എൻട്രൻസ് ആണ് തോന്നുന്നത്. ചെറിയ ചുരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയൊരു പാറയുടെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ റോഡുള്ളത്. നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, പാറയ്ക്ക് വലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആ കഷ്ണങ്ങൾ റോഡിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല താഴ്ചയിലോട്ട് ഇറങ്ങുകയാണ്. അല്ലുല്ലയിൽ നമ്മൾ പോയ ഹരാത്ത് വ്യൂ പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4200 അടി പൊക്കമുള്ള സ്ഥലമായിരുന്നു. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഉംലൂജ് എന്ന സ്ഥലത്തേക്കാണ്. അതെന്ന് പറയുന്നത് കടൽ തീരത്താണ് ആ സ്ഥലമുള്ളത്. അങ്ങനെ നമ്മൾ 4200 അടി പൊക്കത്തിൽ നിന്ന് നേരെ സീ ലെവലിലേക്ക് പോവുകയാണ്. താഴോട്ട് താഴും, വീണ്ടും
ഉംലൂജ് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഉംലൂജ് വന്നപ്പോൾ തന്നെ കണ്ടു നമുക്ക് ധാരാളം മരുഭൂമിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അൽ മഗ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇത്. സ്ഥലം നമ്മൾ എത്ര നേരം കണ്ട പോലെയല്ല. ഇവിടെ ശരിക്കും വെയിലായതുകൊണ്ട് വീടിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വെയിലുണ്ട് വെളിയിൽ. നമ്മൾ ഏകദേശം രാവിലെ 10:30 അല്ലുലയിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 300 കിലോമീറ്റർ ഉണ്ടായിരുന്നു അല്ലുലയിൽ നിന്ന് ഉംലൂജ് വരെ. നമ്മൾ 6 മണിക്കൂർ കൊണ്ടാണ് ഉംലൂജിലെത്തിയത്. നമുക്ക് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും പെട്രോൾ അടിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിരുന്നുള്ളൂ. അല്ലുലയിൽ നിന്ന് ഉംലൂജ് വരെയുള്ള യാത്രക്കിടയിൽ നമുക്ക് ഒരു ഒറ്റ പെട്രോൾ പമ്പും ഒരു സൂപ്പർ മാർക്കറ്റും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഭയങ്കര വിജനമായ വഴിയിലൂടെയാണ് നമ്മൾ വന്നിരുന്നത്. രാത്രിയിൽ ഈ റൂട്ടിൽ കൂടെയുള്ള യാത്ര അത്ര സേഫ് അല്ല. അങ്ങനെ നമ്മൾ ഉംലൂജ് എന്ന സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.